ഹലോ ഫ്രണ്ട്സ്, ഇത് എൻ്റെ ഈ ചാനലിൻ്റെ ആദ്യത്തെ മലയാള വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനലിൽ തമിഴ്, മലയാളം, മറ്റും ചില ഭാഷകളുടെ സൂക്ഷ്മതകൾ, മനസ്സ്, ശരീര ആരോഗ്യം, സ്ട്രെസ്സ്, ഭക്ഷണം, പോഷകം, ഇതൊക്കെ എൻ്റെ സബ്ജക്ട്സാണ്. ഈ സബ്ജക്ട്സിൽ വീഡിയോകൾ ഇടാൻ പ്ലാനുണ്ട്. എന്നെപ്പറ്റി ഞാൻ രേവതിയാണ്. ജനിച്ചത് തിരുവനന്തപുരം, വളർന്നത് നെയ്വേലി, തമിഴ്നാട്ടിൽ. അമ്മ 90 ദിവസത്തിൽ എന്നെ അമ്മയുടെ വീട്ടിലോട്ട് പോയി. ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് തിരുവനന്തപുരത്തിലിരുന്നാണ്, കോവളത്തിൽ നിന്നാണ്. ഈ കടലോര കാലാവസ്ഥ അതുകൊണ്ടാണ് വിശർത്ത് കാലത്ത് വെള്ളത്തിൽ കുളിച്ചു, ഇപ്പോൾ വിശർപ്പിൽ കുളിക്കുന്നുണ്ട്. മലയാളം എൻ്റെ ആദ്യത്തെ ഭാഷയല്ല, രണ്ടാമത്തെ ഭാഷയല്ല, മൂന്നാമത്തെ ഭാഷയല്ല. അതുകൊണ്ട് ചെറിയ തെറ്റുകൾ കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും. ക്ഷമിക്കുക. എനിക്ക് കമൻസിൽ എഴുതിയാൽ ഞാനത് കറക്റ്റ് ചെയ്തോളാം. താങ്ക് യു. എൻ്റെ അമ്മയും അച്ഛനും ജനിച്ചത് തിരുവനന്തപുരത്തിൽ, തമിഴ് സംസാരിക്കുന്ന ഫാമിലിയിലാണ്. വളർന്നതും തിരുവനന്തപുരത്തിലാണ്. അപ്പോൾ അവർ വീട്ടിൽ തമിഴ് സംസാരിച്ചാലും സ്കൂളിൽ മലയാളം പഠിച്ചത്, പിന്നെ ഫ്രണ്ട്സ് പുറത്തൊക്കെ മലയാളമാണ് സംസാരിച്ചത്. അതുകൊണ്ട് അവരുടെ ബേസ് വന്ന് മലയാളമാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് തമിഴ്നാട് പോയപ്പോൾ അവർ ക്രമേണം തമിഴ് എഴുത്ത് പഠിച്ചു. അതുവരെ മലയാളം എഴുത്തേ അവർക്കും, തമിഴ് എഴുത്തും പഠിച്ചു. ആ സമയത്തിൽ യൂട്യൂബൊന്നുമില്ല. അപ്പോൾ ഈ റേഡിയോയിൽ വല്ലപ്പോഴും മലയാളം സോങ്സ് വരും. പിന്നെ ദൂരദർശൻ വല്ലപ്പോഴും മലയാളം ഫിലിം വരും. അവിടെ ഞാൻ വളർന്ന ചെറിയ സ്ഥലത്ത് മലയാള സിനിമയൊന്നും മേബി 6-8 മാസത്തിൽ ഒരു പ്രാവശ്യം, മേബി ചിലപ്പോൾ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം അങ്ങനെ വരും. അതുകൊണ്ട് അവരുടെ സ്വാദും മലയാള ബേസ് ആയിരുന്നെങ്കിലും കുറച്ച് തമിഴ് സിനിമ, തമിഴ് പാട്ട് അങ്ങനെ മാറാൻ തുടങ്ങി ക്രമേണം. ഞാൻ പഠിച്ചത് നെയ്വേലിയിൽ ക്ലൂനിയിലാണ്, ഇംഗ്ലീഷ് കോൺവെൻറ്റിലാണ്. അതിൽ എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് തമിഴ് എടുത്തു. കേരളത്തിലാണ് തേർഡ് ലാംഗ്വേജ് ഉള്ളത്, അവിടെ സെക്കൻഡ് ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ. എൻ്റെ അമ്മ പറഞ്ഞു നമ്മൾ തമിഴ്നാട്ടിലുള്ളതുകൊണ്ട് തമിഴ് പഠിക്കണം. അമ്മയുടെ ഒരു പോളിസിയാണ് ഭാഷ നമ്മൾക്ക് ആവശ്യം വരുമ്പോൾ പഠിച്ചോളൂ. അപ്പോൾ ഞാൻ പഠിച്ചത് തമിഴ് സാഹിത്യം, ഗ്രാമർ എല്ലാം തമിഴാണ് പഠിച്ചത്, പോയട്രി എല്ലാം. എനിക്ക് കുട്ടിക്കാലം മുതൽ മലയാളം പറയാൻ പറ്റും, പക്ഷെ വൊക്കാബുലറി ഇല്ല. ഞങ്ങളുടെ വീട്ടിൽ അമ്മയുടെ മലയാള പാചകം, അതിലൊരു ചെറിയ തമിഴ് സ്വാദും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ 2 കലണ്ടറുണ്ട്, മലയാളവും തമിഴും. അമ്മയും അച്ഛനും മലയാളം കലണ്ടർ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഞാൻ ഈ തേതി കീറുന്ന തമിഴ് കലണ്ടർ ഉപയോഗിക്കാറുണ്ട്. ഇപ്പം അമ്മയ്ക്കും അച്ഛനും എന്തെങ്കിലും രഹസ്യം പറയാൻ, എനിക്ക് എൻ്റെ അടുത്ത് പറയാത്ത രഹസ്യം പറയുവാണെങ്കിൽ അവർ മലയാളത്തിലെ കഠിന വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കും. അതേപോലെ കലണ്ടറിൽ എന്തെങ്കിലും എഴുതുവാണെങ്കിൽ അത് മലയാള എഴുത്തായിരിക്കും. അവർ മിക്കവാറും മലയാളത്തിലാണ് എഴുതുന്നത്, പക്ഷെ ചിലത് ഞാനും കാണണം, ഞാനും നോക്കണം എന്ന് പറഞ്ഞാൽ തമിഴ് എഴുതും. ഒരു പ്രാവശ്യം എൻ്റെ ബർത്ത്ഡേക്ക് അവർ ഡ്രസ്സൊക്കെ വാങ്ങാൻ പോയി, അതൊക്കെ അവർ മലയാളത്തിലാണ് എഴുതിയത്. എനിക്ക് കുട്ടിക്കാലം മുതൽ എൻ്റെ പേരെഴുതാൻ അറിയാം മലയാളത്തിൽ. അപ്പോൾ ആ പേരെഴുതുമ്പോൾ അപ്പോൾ പിന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒന്നും ഇല്ല. അപ്പോൾ അവർ എന്ത് എഴുതുന്നു എന്ന് എനിക്ക് പിടികിട്ടില്ല. ഹാവ് എ നൈസ് ഡേ എന്ന് മലയാളത്തിൽ എങ്ങനെ പറയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഹാവ് എ നൈസ് ഡേ ഫ്രണ്ട്സ്. വീണ്ടും കാണാം.